അസ്സലാമലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ വന്നത് സൗദിയിലെ പ്രവാസിയോട് മറ്റു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. സൗദി അറേബ്യയിലേക്ക് വിസിറ്റിങ്ങിന് വന്നിട്ട് അത് പുതുക്കാതെ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്ന ഒരുപാട് ഫാമിലി വന്നവരുണ്ട്, ടൂറിസ്റ്റ് വന്നവരുണ്ട്, ബിസിനസ് വിസിറ്റിംഗ് വന്നവരുണ്ട്, പല ബിസിനസ് വിസിറ്റിംഗ് വന്നവരൊക്കെ ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, ഈ ടൂറിസ്റ്റ് വിസ എന്ന് പറഞ്ഞാൽ 3 മാസം മാത്രമേ ഒരു വർഷത്തിൽ ഇവിടെ നിന്ന് പോകാൻ പാടുള്ളൂ, പുതുക്കാൻ കഴിയില്ല. ബിസിനസ് ആണെങ്കിൽ 3 മാസത്തിൽ നിങ്ങൾക്ക് പുറത്ത് പോയി പുതുക്കി വരണം, ഇതാണ് നിയമം. ഫാമിലി ആണെങ്കിൽ ഫാമിലി വിസിറ്റിംഗ് വന്നവർക്ക് 1 വർഷം ഇവിടെ നിൽക്കാനുള്ള മൾട്ടിപ്പിൾ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം പുതുക്കാതെ 1 മാസത്തിന് മുകളിൽ 2 മാസത്തിന് മുകളിലൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് പിന്നെ പുതുക്കാൻ കഴിയില്ല. പിന്നെ അവർ നാട്ടിലേക്ക് കയറി പോകണമെങ്കിൽ തർഹീൽ വഴി ഫൈൻ അടച്ച് കയറി പോകണം. ഫൈൻ അടച്ചാൽ മാത്രം പോരാ, ആരുടെ പേരിലാണോ ആ ഫാമിലി വിസിറ്റിങ്ങിന് ഫാമിലിയെ കൊണ്ടുവന്നത്, അച്ഛൻ്റെ പേരിലാണ് അച്ഛൻ, അല്ലെ അമ്മയാണ് അമ്മേൻ, അവരും ഇവരെ കൂടെ എക്സിറ്റിൽ പോകണം. പിന്നെ ഇവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല, ആജീവനാന്ത വിലക്കായിരിക്കും. ഇതാണ് പുതിയ നിയമം. തർഹീൽ വഴി നാട്ടിലേക്ക് കയറി പോകണം. എംബസി പോയി ഇങ്ങനെ സമീപിച്ചാലും തർഹീൽ വഴി ഫൈൻ അടച്ച് നിങ്ങൾ ആ ഫാമിലിൻ്റെ കൂടെ, ഫാമിലി കൊണ്ടുവന്ന അച്ഛനോ അമ്മയാണെങ്കിൽ ആരുടെ പേരിലാണെന്ന് വെച്ചാൽ അവരും അതിൻ്റെ കൂടെ എക്സിറ്റ് പോകണം. അതാണ് പുതിയ നിയമം. മറക്കണ്ട. പിന്നെ ഞാൻ പറയുന്നത് പ്രത്യേകം ഓർമ്മിക്കുകയാണ്, വിസിറ്റ് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് പുതുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരും. മറക്കണ്ട. ഓക്കെ, എൻ്റെ സംശയം വിളിക്കാം. അസ്സലാമു അലൈക്കും.